കുടുംബ ബന്ധങ്ങളിൽ ശ്രേഷ്ഠമായ ബന്ധമാണ് മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം. അതൊരു തീവ്രമായ ബന്ധമാണ്. സ്ട്രോങ് അറ്റാച്ച്മെൻറ്റ് വളരെ വൈകാരികമായ ഒരു ബന്ധത്തിലേക്ക് നയിക്കുന്നു. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചുള്ള ആ ഒരു ജീവിതചര്യ ഏവരും ആഗ്രഹിക്കുന്നതാണ്. സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ എന്നും ജീവിക്കുക എന്നുള്ളത് ഏവരുടെയും അഭിലാഷമാണ്. പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരുടെ വാത്സല്യവും കരുതലും സ്നേഹവും ഓരോ കുഞ്ഞുങ്ങളുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളുടെയും ക്ഷേമം ശരിയായ രീതിയിൽ നിർണയിക്കുന്നത് മാതാപിതാക്കന്മാരുടെ വൈകാരികമായ അടുപ്പം എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചാണ്. മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ എപ്പോഴും അടിസ്ഥാനമായി ഭവിക്കേണ്ടതും ഇത്തരത്തിലുള്ള ഒരു ജീവിതചര്യയാണ്. എപ്പോഴാണോ അമ്മയുടെയും അപ്പൻ്റെയും ശ്രദ്ധ മക്കൾക്ക് നഷ്ടപ്പെടുന്നത്, അപ്പോൾ മുതൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് താളം തെറ്റി തുടങ്ങും. എല്ലാ തലങ്ങളിലുമുള്ള വളർച്ചയ്ക്ക് വിഘാതം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പ്രതീതിയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കന്മാരുടെ അശ്രദ്ധ, അഭാവം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഇല്ലായ്മ പലപ്പോഴും കുഞ്ഞുങ്ങളെ പല വിഷമഘട്ടങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ അവൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്ന് കഴിയാതെ വണ്ണം വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ അവൻ്റെ അമ്മ കൊണ്ടുവരുന്നതിനിടയായിത്തീർന്നു. ആ കുട്ടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ വിഷമകരമായ സാഹചര്യമാണ് അവനിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. കാരണം കുഞ്ഞു പ്രായത്തിൽ തന്നെ അവൻ ഒരുപാട് വേദന അനുഭവിക്കുന്നു. കാര്യങ്ങളിങ്ങനെ വീണ്ടും സംസാരിച്ചു കൊണ്ടുവന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യമെന്ന് പറയുന്നത് അവൻ്റെ അപ്പൻ നഷ്ടപ്പെട്ടിട്ട് ഏകദേശം 6 മാസത്തോളം ആയി. ദീർഘനാളുകളായി ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടിനാൽ അപ്പൻ ഭാരപ്പെടുകയും 6 മാസങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ നിന്നും നഷ്ടപ്പെട്ടു. അതിനുശേഷം അവന് പലപ്പോഴും പല തലങ്ങളിലും അവൻ്റെ ജീവിതം വെറും ഒരു ചോദ്യം ചെയ്യലിൻ്റെ ആ ഒരു സാഹചര്യത്തിലൂടെ നീങ്ങി. പലപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ, ക്ലാസ്സിൽ കുട്ടികളുടെ ഒപ്പം ഇരിക്കുമ്പോൾ ഏകാന്തതയുടെ സാഹചര്യങ്ങൾ, ആരും കൂട്ടില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങൾ. ചിലപ്പോഴൊക്കെ ഇവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ അവനോട് വന്ന് ചോദിക്കാറുണ്ട്, അപ്പൻ എവിടെയാണ്? അവൻ ആദ്യമൊക്കെ പറയും അപ്പൻ ഗൾഫിലാണ്. പക്ഷേ തൻ്റെ കൂട്ടുകാരിൽ ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ട് അടുത്ത ദിവസം വരുമ്പോൾ അവനെ കളിയാക്കും. എടാ, നീ എന്തിനാടാ കള്ളം പറയുന്നത്? അപ്പൻ നിനക്കില്ലല്ലോ, പിന്നെ എങ്ങനെ നിൻ്റെ അപ്പൻ ഗൾഫിലായിരിക്കുന്നത്? ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കളിയാക്കലിലൂടെ ഒരുപാട് അവൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതിന് ഇടയായിത്തീർന്നു. ഇത്തരം സാഹചര്യത്തിലാണ് എൻ്റെ മുൻപിൽ ആ മകനെയും കൊണ്ട് അമ്മ വരുന്നതിനിടയായിത്തീർന്നത്. അവൻ ധാരാളം കരഞ്ഞു, ഒരുപാട് നേരം കരഞ്ഞു. അവനോട് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാക്കുന്നതിന് ഇടയായിത്തീർന്നു. പലപ്പോഴും ക്ലാസ്സിലെ കുട്ടികൾ ഇരട്ട പേരിട്ട് വിളിക്കുമ്പോൾ, ക്ലാസ്സിൽ എനിക്ക് ആരുമില്ല എന്നുള്ള ഫീലിംഗ് പോലും ഉണ്ടാകുമ്പോൾ, എന്തിന് പഠിക്കണം, എന്തിന് ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് പോലും കുഞ്ഞു പ്രായത്തിലെ ചിന്തിക്കുന്ന വേളകൾ അവനിൽ ധാരാളം ഉണ്ടായി. എൻ്റെ മുൻപിലേക്ക് അവൻ വരുമ്പോൾ അവനിലൂടെ കാണുവാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ പരാമർശിക്കട്ടെ. 1, ഒറ്റപ്പെടൽ. സാധാരണ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശക്തമാണ്, സൗഹൃദ ബന്ധം. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് കൂട്ടായിട്ട് ക്ലാസ്സിൽ ആരുമില്ല. അവൻ തികച്ചും ഒറ്റപ്പെടലിൻ്റെ ജീവിതത്തിലൂടെ മുന്നോട്ട് നീങ്ങി. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരു വശത്ത് അവൻ്റെ അപ്പൻ നഷ്ടപ്പെട്ടതിലൂടെ ഉണ്ടായ ഒറ്റപ്പെടൽ, ഈ ഒറ്റപ്പെടൽ വീണ്ടും അത് മുന്നോട്ട് നയിക്കപ്പെട്ടത് തൻ്റെ ക്ലാസ്സിൽ ആരും കൂട്ടില്ല എന്നുള്ള തോന്നലിലേക്ക്. അപ്പോൾ അവൻ ചിന്തിച്ചു, ഈ ഞാൻ മാത്രം കൊണ്ട് ഈ ജീവിതത്തിന് എന്തർത്ഥമാണ് ഉള്ളത്?
ഇങ്ങനെയുള്ള ഒറ്റപ്പെടലിൻ്റെ സാഹചര്യത്തിലൂടെ ഏകാന്തതയുടെ അനുഭവം അവനിൽ ധാരാളം ഉണ്ടായി. ഈ ഏകാന്തത അവനെ ഒരു തലത്തിലേക്ക്, വിഷാദ ഘട്ടത്തിലേക്ക് നയിക്കുന്നതിന് ഇടയായി. ആരോടും മിണ്ടില്ല, ആരോടും ചിരിക്കില്ല, എനിക്കാരും കൂട്ടില്ല, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് നീങ്ങുന്നതിന് ഇടയായിത്തീർന്നു. ഒറ്റപ്പെടൽ പലപ്പോഴും മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥം ഇല്ലായ്മയിലേക്ക് നയിക്കുന്നു. പലപ്പോഴും ജീവിതം ശൂന്യതയിലേക്ക് നയിക്കപ്പെടുന്നതിന് ഒറ്റപ്പെടൽ മുഖാന്തരമായി തീരുന്നു. ചുറ്റിനും മുറ്റിലും നോക്കുമ്പോൾ, വലത്തും ഇടത്തും നോക്കുമ്പോൾ, എൻ്റെ മുൻപിലും പിൻപിലും നോക്കുമ്പോൾ എനിക്ക് കൂട്ടായിട്ട് ആരുമില്ല എന്ന് തോന്നുമ്പോൾ വാസ്തവമായും ഒറ്റപ്പെടലിൻ്റെ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഒരുപക്ഷെ മുതിർന്നവർക്ക് ചിലപ്പോൾ ഒറ്റപ്പെടലിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് കുറച്ചൊക്കെ അതിജീവിക്കാൻ പറ്റുമായിരിക്കാം. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവരുടെ അതുവരെയുള്ള ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചിലപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള കരുത്തുണ്ടാകാം. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് അത്രത്തോളം ചിന്തിക്കുവാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ താളം ഒരുപാട് തകർച്ചയിലേക്ക് നയിക്കുന്നതിന് ഇടയായിത്തീർന്നു. അവനിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി, അവനിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വിഷാദമുള്ളവനായി കാണപ്പെടുന്നതിന് ഇടയായിത്തീർന്നു. രണ്ടാമതായി, പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഇല്ല എന്നുള്ള തോന്നൽ. സാധാരണ പ്രതീക്ഷ നാം നേടിയെടുക്കുന്നത് ശുഭകരമായ ജീവിതത്തിന് ഉടമകളായി തീരുമ്പോഴാണ്. ചുറ്റുപാടുമുള്ള എല്ലാ സാഹചര്യങ്ങളും പോസിറ്റീവാകുമ്പോൾ, അനുകൂലമാകുമ്പോൾ നല്ല പ്രതീക്ഷ ഉണ്ടാകും. എന്നാൽ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ എല്ലാം പ്രതികൂലമായി തീരുമ്പോൾ, എല്ലാം നെഗറ്റീവായി തീരുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന മനോഭാവം. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി എനിക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല, ഇനി എൻ്റെ ജീവിതം സന്തോഷകരമാക്കുവാൻ ഒരു സാധ്യതയുമില്ല, മെച്ചകരമായ ജീവിതത്തിലേക്ക് നയിക്കുവാൻ എനിക്കിനി ഒരവസരവുമില്ല. പ്രതീക്ഷകൾ എല്ലാം മങ്ങലേൽക്കുന്ന നിലയിൽ അവൻ്റെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് നയിക്കുന്നതിന് ഇടയായിത്തീർന്നു. അവനിൽ തന്നെ ഒരർത്ഥവുമില്ലാത്തവനായി കണ്ടെത്തുന്നതിന് ഇടയായിത്തീർന്നു. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അസ്തമിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ശൂന്യതാബോധം സൃഷ്ടിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ചോദ്യചിഹ്നം ഉണ്ടാക്കുന്നതിന് ഇടയായിത്തീരുന്നു. പ്രതീക്ഷ മനുഷ്യനെ മെച്ചകരമായ ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ, എല്ലാ പ്രായഘട്ടത്തിലും ഉള്ളവർക്ക് പ്രതീക്ഷ എപ്പോഴും ഒരു വെളിച്ചമായി മുന്നോട്ട് നീങ്ങുമ്പോൾ, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുമില്ലാത്ത ജീവിത സാഹചര്യത്തിന് ഉടമയായിത്തീർന്നു. മൂന്നാമതായി, എന്തിന് പഠിക്കണം എന്നുള്ള തോന്നൽ. അപ്പനില്ലാത്തതിൻ്റെ ദുഃഖം തീവ്രമായി അവൻ അനുഭവിച്ചു. അവൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പോലും അവൻ പിന്തിരിയുന്നതിന് ഇടയായി. ഈ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല, ജീവിതത്തിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതെനിക്ക് നിർവഹിക്കേണ്ട, സ്വയം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. സ്വന്തമായ ഒരു തീരുമാനത്തിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അവൻ ഇടയായിത്തീർന്നു. ആ ഒരു ലെവലിലാണ് അവൻ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത്. ഞാൻ എന്തിന് പഠിക്കണം, പഠിച്ച് എനിക്ക് എന്ത് ലഭിക്കുവാനാണ്, ഈ പഠനത്തിലൂടെ എന്തർത്ഥമാണ് എന്നിൽ ഉള്ളത്, പഠനത്തിലൂടെ ഞാൻ ഏതൊക്കെ ലെവലിൽ എത്തുവാൻ എനിക്ക് കഴിയും, വേണ്ട, ഇനി എനിക്ക് അതിൻ്റെ സാധ്യതകൾ വേണ്ട. ഒരു വശത്ത് ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ മനസ്സിൽ ഇരുളിൻ്റെ അന്ധതമസിലേക്ക് അവനെ നയിക്കുമ്പോൾ, മറുവശത്ത് പ്രതീക്ഷയുടെ കിരണങ്ങൾ എല്ലാം അസ്തമിച്ചിരിക്കുമ്പോൾ അവനോട് തന്നെ പറഞ്ഞു, എനിക്ക് പഠിക്കണ്ട, എനിക്ക് ജീവിതം മെച്ചപ്പെടുത്തണ്ട, എൻ്റെ ജീവിതം ഇതേപോലെ അർത്ഥശൂന്യമായി തീർന്നുകൊണ്ട് എൻ്റെ പിതാവിനെ പോലെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകണം. ആ ഒരു ലെവലിലുള്ള ചിന്തയും തീരുമാനവും അവൻ സ്വയം എടുക്കുന്നതിന് ഇടയായിത്തീർന്നു. നാലാമതായി, ഇതാണോ ജീവിതം? ലോകത്തിൽ ഒരു ജീവിതം ഉണ്ട് എങ്കിൽ അത് ഇതാണോ? അവൻ്റെ കുഞ്ഞു മനസ്സ് ധാരാളം വേദനിച്ചു.
അവൻ എപ്പോഴും റോൾ മോഡലായി കണ്ടിരുന്ന പിതാവ് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാ തലത്തിലുമുള്ള ചോദ്യചിഹ്നങ്ങൾ അവനിലുണ്ടായി. ഇതാണോ ജീവിതം? ഈ ജീവിതം കൊണ്ട് എന്ത് ലക്ഷ്യമാണ് എനിക്ക് കൈവരിക്കുവാൻ കഴിയുന്നത്? എൻ്റെ അപ്പനില്ലാത്ത ജീവിതത്തിൽ ഏത് തലം വരെ എനിക്ക് എത്തുവാൻ കഴിയും? ഇതാണോ ജീവിതം? ജീവിതത്തെ വ്യത്യസ്ത തലങ്ങളിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യബോധം നൽകേണ്ടതിന് പകരം അവൻ വേറെ തലങ്ങളിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് ഇടയായിത്തീർന്നു. അവനല്ലാതായി തീരുന്ന മനോഭാവം. ഓരോ ദിവസവും സ്കൂളിൽ പോകുന്നു എങ്കിൽ, ഓരോ ദിവസവും അവൻ്റെ ദിനചര്യകൾ നടത്തുന്നു എങ്കിൽ, ഓരോ ദിവസവും എല്ലാ കാര്യങ്ങളിലും വ്യാപൃതനാകുന്നു എങ്കിൽ, തികച്ചും അശ്രദ്ധയോടെ, തികച്ചും അലസതയോടെ, തികച്ചും വേദനാജനകമായ അനുഭവത്തിലൂടെ, തികച്ചും ധാരാളം ചോദ്യചിഹ്നങ്ങളോടെ അവനിൽ തന്നെ ഒതുങ്ങിക്കൂടുവാൻ ഇടയായിത്തീർന്നു. ഇത്തരം ജീവിത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കുമ്പോൾ പല കൗൺസിലിംഗ് സെഷനിലൂടെ അവനിൽ ധാരാളം മാറ്റം സൃഷ്ടിക്കുവാൻ ഇടയായി. അവനോട് തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് സ്വയം പരിഹാരം കണ്ടെത്തുവാനുള്ള ഒരു വേദി കൗൺസിലിങ്ങിലൂടെ ഇടയായി എന്നുള്ളത് ശ്രേഷ്ഠകരമായ ഒരു ജീവിതചര്യയായി അവന് മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു. കൗൺസിലിങ്ങിലെ വിവിധ സെഷനിലൂടെ അവൻ്റേതായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി. അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും എന്താണെന്ന് കണ്ടെത്തുവാൻ ഇടയായിത്തീർന്നു. ധാരാളം കരഞ്ഞിരുന്ന, ധാരാളം വിഷാദ ഭാവത്തോടിരുന്ന അവൻ്റെ ജീവിതത്തിന് ഒരു ചേഞ്ച് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു. അവനിൽ തന്നെ ഒതുങ്ങിയിരുന്നു കൊണ്ട് അവൻ്റെ തീരുമാനങ്ങൾ എല്ലാം അസ്തമിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു എഴുന്നേൽപ്പ് അവനിൽ തന്നെ നേടുവാൻ കഴിഞ്ഞു. അവനോട് തന്നെ പറഞ്ഞു, ഈ ജീവിതം കൊണ്ട് അർത്ഥമുണ്ട്, ഈ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, ലാക്കുണ്ട്. ഈ ജീവിതം എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല ഞാൻ നേരിടുന്നത്. ചുറ്റുപാട് പ്രതിസന്ധികൾ ഉണ്ട് എങ്കിലും, ചുറ്റുപാട് തകർക്കുന്ന ബന്ധനങ്ങൾ ധാരാളം ഉണ്ട് എങ്കിലും, അവയുടെ മധ്യേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങും. ഈ ഒരു സ്ട്രോങ് ഡിസിഷൻ, ശക്തമായ തീരുമാനത്തിലേക്ക് അവൻ്റെ കുഞ്ഞു മനസ്സ് മുന്നേറുവാൻ ഇടയായിത്തീർന്നു. ഏതെല്ലാം തലങ്ങളിലാണ് അവൻ വളർന്നു വരുന്നതിന് ഇടയായിത്തീർന്നത്? ഒന്നാമതായി അവൻ പറഞ്ഞു, ഞാൻ ഇനി ഒറ്റയ്ക്കല്ല, എൻ്റെ യേശു എന്നോട് കൂടെ ഉണ്ട്. യേശു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി ഒപ്പമുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവൻ നീങ്ങി. എൻ്റെ അപ്പൻ എന്നെ ആശ്വസിപ്പിക്കും, എൻ്റെ അപ്പൻ ഉള്ളം കരങ്ങളിൽ എന്നെ വഹിക്കും. എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം മറ്റെല്ലാറ്റിനേക്കാൾ എനിക്ക് മികവുള്ളതാണ്, ശ്രേഷ്ഠമാണ്. ഇന്ന് വരെ ഞാൻ അനുഭവിച്ച വേദനകളെ എല്ലാം എടുത്തു മാറ്റുവാൻ സ്വർഗത്തിലെ പിതാവിന് കഴിയും എന്ന് അവൻ ബോധ്യപ്പെടുന്നതിന് ഇടയായിത്തീർന്നു. ബാലനായ യേശുവിനെ അവൻ മുഖാമുഖം കണ്ടു, മുഖാമുഖം വീക്ഷിക്കുന്നതിന് ഇടയായി. അവൻ്റെ മുഖത്തിലുള്ള വിഷാദഭാവം ക്രമേണ മാറ്റുവാൻ അവൻ തന്നെ ശ്രമിക്കുന്നതിന് ഇടയായിത്തീർന്നു. യേശു ബെസ്റ്റ് ഫ്രണ്ടായിരിക്കുമ്പോൾ എനിക്ക് ജീവിതം നന്നായിട്ട് മികവോടെ കൈകാര്യം ചെയ്യുവാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് എത്രയും ശ്രേഷ്ഠകരമായ കാര്യം. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏതെല്ലാം ബന്ധങ്ങൾ ഉണ്ട് എങ്കിലും ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകുന്നതിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. ഏത് പ്രായഘട്ടത്തിൽ ആയാലും ആ പ്രായഘട്ടത്തിലെല്ലാം അവരവർക്ക് വ്യക്തിപരമായി യേശുവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ, വ്യക്തിപരമായി യേശുവുമായുള്ള ബന്ധം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞാൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. അവൻ്റെ ആ കുഞ്ഞു ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ ടൈം കണ്ടെത്തുവാൻ തുടങ്ങി. അതുപോലെ വേദപുസ്തകം വായിക്കുവാൻ, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ എഴുതുവാൻ ഒക്കെ അവൻ ടൈം കണ്ടെത്തി. അതിലൂടെ അവനിൽ ഒരുപാട് മാറ്റം സംഭവിക്കുന്നതിന് ഇടയായിത്തീർന്നു. അവനിനി ഒറ്റയ്ക്കല്ല, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് സ്കൂളിൽ പോകുക, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളിലും ഇടപെടുക.
ഇത്തരം ബോധ്യം വളർത്തിയെടുക്കുവാൻ തുടങ്ങി. അത് അവൻ്റെ ജീവിതത്തിലെ ഒരു മികവായിട്ട് തന്നെ കാണുവാൻ കഴിഞ്ഞു. യേശു ആത്മസുഹൃത്ത് ആയിരിക്കുമ്പോൾ വേദനകളിൽ ഒപ്പമുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ സപ്പോർട്ടായി, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എല്ലാ തലങ്ങളിലുമുള്ള ഇടപെടലിലൂടെ യേശുവിനെ പൂർണ്ണമായും അനുഭവിക്കുവാൻ കഴിയും. ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചു വിടുവാൻ കഴിയും എന്നുള്ളതാണ് ശ്രേഷ്ഠകരമായ സാഹചര്യം. പലപ്പോഴും മാനുഷിക ബന്ധങ്ങളിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ആ വിള്ളൽ നികത്തുവാൻ, ശൂന്യതാബോധത്തെ ഒന്ന് നികത്തുവാൻ ജീസസ് പ്രസൻസ്, യേശുവിൻ്റെ സാന്നിധ്യം തീർച്ചയായും മുഖാന്തരമാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് എല്ലാ ബന്ധങ്ങളിലും നിഴലിച്ചു നിൽക്കുന്നതും എല്ലാ ബന്ധങ്ങളെയും ഊട്ടി ഉറപ്പിക്കുന്നതുമായ സ്നേഹമായി മാറ്റപ്പെടുവാൻ ഇടവരണം. രണ്ടാമതായി അവനിൽ തന്നെ ഒരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ ജീവിത ലക്ഷ്യം നിർവഹിക്കും. എനിക്കൊരു ലക്ഷ്യം തന്നിട്ടാണ് ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചത്. അതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായാലും ആ തടസ്സങ്ങളെയെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ജീവിത ലക്ഷ്യത്തിലേക്ക് തന്നെ മുന്നേറും, മുന്നോട്ട് തന്നെ പായും, മുന്നോട്ട് തന്നെ തീവ്രതയോടെ ഓടും എന്ന് ആ കുഞ്ഞു മനസ്സ് ഒരു ഡിസിഷൻ എടുക്കുവാൻ, തീരുമാനമെടുക്കുവാൻ, അവനിൽ തന്നെ ആ തീരുമാനം ക്രിയേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം, സൃഷ്ടിച്ചെടുക്കുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. അവൻ പറഞ്ഞു, ഇനി എൻ്റെ ജീവിത ലക്ഷ്യം ഞാൻ നന്നായി നിർവഹിക്കും, പഠിക്കും, മിടുക്കനാകും. ഏത് വിഷയമാണോ എനിക്ക് സംശയമുള്ളത്, അല്ലെങ്കിൽ ഏത് ഭാഗമാണോ എനിക്ക് സംശയമുള്ളത്, അത് ഞാൻ തീർച്ചയായും പഠിച്ച് തീവ്രമായ അധ്വാനത്തിലൂടെ, കഠിനമായ ശ്രമത്തിലൂടെ മികവുള്ളതാക്കി തീർക്കും എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിന് ഇടയായിത്തീർന്നു. അന്നുവരെയും ഉണ്ടായിരുന്ന വിഷാദ മനോഭാവത്തെ, അന്നുവരെയും ഉണ്ടായിരുന്ന അലസ മനോഭാവത്തെ, അന്നുവരെയും ഉണ്ടായിരുന്ന ഒരുപാട് ചോദ്യചിഹ്നങ്ങളുടെ സാഹചര്യങ്ങളെ, അതെല്ലാം ഈ നെഗറ്റീവ് ആസ്പെക്ട്സിനെ അവൻ കൺവേർട്ട് ചെയ്ത് പോസിറ്റീവ് ആസ്പെക്ട്സ് ആക്കി തീർക്കുവാൻ ഇടയായി. എല്ലാം വിപരീതമായി അവനെ സംഘർഷപൂരിതമാക്കി തീർക്കുന്ന സാഹചര്യങ്ങളെ ഒക്കെ അവനെല്ലാം അനുകൂലമാക്കി തീർക്കുവാൻ, തന്നിലേക്ക് നന്മ മാത്രം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാക്കി രൂപപ്പെടുത്തുവാൻ ഇടയായി. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ഉപദ്രവമായി തീരാതെ, ഇനി ഞാൻ എന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, എന്നിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് എൻ്റെ ലക്ഷ്യത്തിന് മികവ് കൂട്ടും എന്നുള്ള തീരുമാനമാണ് വലിയ നേട്ടം എന്ന് സ്വയം വിചിന്തനം ചെയ്യുന്നതിന് ഇടയായിത്തീർന്നു. തീർച്ചയായും ജീവിത ലക്ഷ്യം ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് നയിക്കും. പലപ്പോഴും പരാജയത്തിൻ്റെ സ്ഥാനത്ത്, തകർച്ചയുടെ സ്ഥാനത്ത് വീണ്ടും തകർച്ചയുടെ അനുഭവത്തിലേക്ക് നീങ്ങുന്നതല്ല മനുഷ്യജീവിതം. തകർച്ചയുടെ സ്ഥാനത്ത് അവിടെ നിന്നുമുള്ള ഒരു എഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധമാണ്. ജീവിത ലക്ഷ്യം ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു. ജീവിത ലക്ഷ്യം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള കരുത്ത് നൽകപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ഒറ്റപ്പെടലിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് നയിക്കപ്പെടണം. ഇതാണ് യഥാർത്ഥത്തിൽ സ്വപ്നം കാണുക എന്ന് പറയുന്നത്. സ്വപ്നം എന്ന് പറയുന്നത് അലസതയുടെയും അല്ലെങ്കിൽ മടിയുടെയും സാഹചര്യത്തിലൂടെ വെറുതെ സ്വപ്നം കാണുന്ന സാഹചര്യമല്ല. അതിനേക്കാൾ അപ്പുറമായി കഠിനമായ അധ്വാനത്തിലൂടെ, വ്യക്തമായ ബോധ്യത്തിലൂടെ, ഉചിതമായ തീരുമാനത്തിലൂടെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതാണ് യഥാർത്ഥ ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കുമ്പോൾ എല്ലാ തലങ്ങളിലുള്ള തകർച്ചയിൽ നിന്നും എഴുന്നേൽക്കുവാൻ കഴിയും. ഈ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ശ്രമമായിരുന്നു ഈ കുഞ്ഞു മനസ്സിൽ ഉണ്ടായിരുന്നത്. മൂന്നാമതായി അവനിലേക്ക് തിരിഞ്ഞു. അവനിലേക്ക് തിരിഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങളെ പരിചരിക്കുവാൻ, അധികം സ്നേഹിക്കുവാൻ തയ്യാറായി. അവൻ്റെ വീട്ടിൽ അമ്മയും ഒരു സഹോദരിയുമാണ് ഉള്ളത്. അതുപോലെ പപ്പയുടെ ബന്ധുക്കൾ,
അമ്മയുടെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവൻ ഒരു തീരുമാനമെടുത്തു. അവനിൽ തന്നെ ഒരു തീരുമാനം സൃഷ്ടിക്കുന്നതിനിടയായി. ഇനി എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ നോട്ടം കൊണ്ടോ എൻ്റെ ഇടപെടൽ കൊണ്ടോ എൻ്റെ പ്രവർത്തനം കൊണ്ടോ എൻ്റെ അമ്മയെ വേദനിപ്പിക്കുവാൻ പാടില്ല. എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീർ വീഴുവാൻ പാടില്ല. അതുപോലെ എൻ്റെ അനുജത്തിയെ എനിക്ക് നന്നായി സ്നേഹിക്കണം. എൻ്റെ അനുജത്തിക്ക് മെച്ചകരമായ ആ ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് എന്നാൽ കഴിയുന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യണം. ആ ഒരു പ്രോത്സാഹനം നൽകണം. ഈ ഒരു പ്രോപ്പർ ഡിസിഷൻ, ഉചിതമായ തീരുമാനം ഈ കുഞ്ഞു മനസ്സ് കൈക്കൊള്ളുന്നതിന് ഇടയായി. കുടുംബാംഗങ്ങളെ കരുതുക. എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരെയും സ്നേഹിക്കുക. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട്, പിന്താങ്ങ് നൽകുക എന്നുള്ള ആ ഒരു വാശിയേറിയ ഒരനുഭവം, വാശിയേറിയ തീരുമാനം, പദ്ധതി അവനിൽ തന്നെ തയ്യാറാക്കുന്നതിന് ഇടയായിത്തീർന്നു. പലപ്പോഴും പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ജീവിതം അവസാനിച്ചു എന്നുള്ള തോന്നലല്ല. ഒരുപക്ഷെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവൻ ചിന്തിച്ചു, ഇനി എന്താണ് ജീവിതം, ഇതുകൊണ്ട് എന്തർത്ഥമാണുള്ളത്, ഇതിനേക്കാൾ ആത്മഹത്യ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇതിനേക്കാൾ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും തച്ചുടയ്ക്കുന്ന സാഹചര്യം മതിയായിരുന്നു. അങ്ങനെ ചിന്തിച്ച സാഹചര്യത്തിൽ നിന്നും അവനൊരു എഴുന്നേൽപ്പ് അവനിൽ ഉണ്ടായി. അവൻ്റെ ഉള്ളിൽ അവനിലുണ്ടായിരുന്ന ആ ഒരു പവർ, ആ ഒരു ശക്തി അത് വർദ്ധിപ്പിക്കുവാൻ തുടങ്ങി, ജ്വലിപ്പിക്കുവാൻ തുടങ്ങി. അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചെറു കൈത്തിരി അവനൊന്ന് കത്തിച്ചു പിടിക്കുവാൻ തുടങ്ങി. പുതിയ ചിന്തകൾ കൊണ്ട് മനസ്സ് നിറച്ചു. പുതിയ ആലോചനകളാൽ മുന്നോട്ട് നീങ്ങുവാൻ ഇടയായി. അങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഇനി എൻ്റെ കുടുംബാംഗങ്ങളെ ഞാൻ സ്നേഹിക്കും. എന്നാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് ഞാനൊരു മാർഗദീപമായി, വഴികാട്ടിയായി, സ്നേഹമായി, കരുതലായി, എപ്പോഴും പ്രകാശിക്കുന്ന ഒരു വിളക്കായി ശോഭിക്കും എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് ഇടയായിത്തീർന്നു. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമ്പോൾ, കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം സജീവമാകുമ്പോൾ അവിടെയാണ് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുവാൻ കഴിയുന്നത്. ഒരിക്കലും പതറിപ്പോയി അല്ലെങ്കിൽ എല്ലാം നശിച്ചു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയല്ല. എവിടെയാണോ എനിക്കൊരു എഴുന്നേൽപ്പുള്ളത് അവിടെ നിന്നും എഴുന്നേറ്റ് ജീവനും ചൈതന്യത്തോടും കൂടെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുന്നത്. ഞാനിവിടെ പറഞ്ഞുവല്ലോ, ഈ കുഞ്ഞു മനസ്സെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെറും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഒരുപാട് മാറ്റം സൃഷ്ടിക്കുവാൻ, അവനെ തന്നെ ഒന്ന് കണ്ടെത്തുവാൻ, സെൽഫ് ഡിസ്കവറി, സ്വയം കണ്ടെത്തുവാൻ മുഖാന്തരമായി തീർന്നു. പലപ്പോഴും പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന വേളകളിൽ പരാജയപ്പെടൽ എന്നുള്ളത് വിജയത്തിൻ്റെ മുന്നോടിയായി കാണണം. ആരും ആശ്രയമില്ല എന്ന് തോന്നുന്ന ഇടത്ത് എല്ലാവരും ഒപ്പമുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് നയിക്കപ്പെടുന്ന ജീവിത സാഹചര്യമാണ് ശ്രേഷ്ഠം. ബന്ധങ്ങളിൽ ഉലച്ചിൽ ഉണ്ടാകുമ്പോൾ, ബന്ധങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ, ബന്ധങ്ങളിൽ ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം സാഹചര്യങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ, പുഞ്ചിരിക്കുന്ന മനോഭാവത്തോടുകൂടെ, നെഗറ്റിവിറ്റി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രതികൂലമായ ചിന്തകളെ മാറ്റിക്കൊണ്ട് അനുകൂലമായ ചിന്തകൾക്ക് സ്പേസ് നൽകിക്കൊണ്ട്, ഇടം നൽകിക്കൊണ്ട് എപ്പോഴും ജീവിതത്തെ സമചിത്തതയോടെ മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത്. അത്തരം ജീവിതത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ, ഏത് തലത്തിലുള്ള ട്രോമ നമ്മെ അഭിമുഖീകരിച്ചാലും ആ ട്രോമയെ അതിജീവിച്ചുകൊണ്ട് അത് പുഞ്ചിരിയോടുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും. അതാണ് ഒരു വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. അതിലൂടെ അനേകർക്ക് പ്രയോജനകരമായ ജീവിതം നയിക്കുവാനുള്ള ത്രാണിയാണ് കൈവരിക്കുവാൻ കഴിയേണ്ടത്. ജീവിതം ഒരു ചോദ്യചിഹ്നം അല്ല. ജീവിതം എന്ന് പറയുന്നത് അർത്ഥശൂന്യമായ കാര്യം അല്ല. ജീവിതം എന്ന് പറയുന്നത് ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നത് അല്ല. അതിനേക്കാൾ ഉപരിയായി ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും വിഷാദത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും സാഹചര്യത്തിലൂടെ നീങ്ങുമ്പോൾ
അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് സന്തോഷത്തോടെ സമചിത്തതയോടുകൂടെ പുതിയ പുതിയ ലക്ഷ്യത്തോടുകൂടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യതയെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഏത് പ്രായം ആകട്ടെ ആ പ്രായത്തിൽ ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാനുള്ള ആ ഒരു ശ്രമമാണ് എപ്പോഴും നമ്മിൽ അനിവാര്യമായിരിക്കുന്നത്. ആ ശ്രമത്തിന് വേണ്ടി വീണ്ടും ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ.